ഛേ, നിങ്ങൾ ഇത് എന്ത് കാണിക്കുവാ? ഒന്ന് അടങ്ങിയിരി മനുഷ്യ. എന്താടി ഭാര്യയെ, നിനക്കിപ്പോ എന്നോട് തീരെ സ്നേഹമില്ലല്ലോ. ദേ, ഒന്ന് തന്നാലുണ്ടല്ലോ, കെട്ടിക്കാറായുള്ള ഒരു പെങ്കൊച്ചുള്ളതാ. അതിനെന്താ? അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിച്ചുകൂടാന്നുണ്ടോ? ദേ ഇച്ചായ, മാറിക്കേ, ആരേലും കേറി വരും കേട്ടോ. ഓ പിന്നെ, എന്നുവെച്ചാ വരുന്നവരൊക്കെ നേരെ കിച്ചണിലോട്ടല്ലേ വരുന്നത്. ആന്റി, സോറി, വഴി മാറിപ്പോയി. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. പൊന്മകൾ പൊരുൾക്കോടി തന്താൾ പൊന്മകൾ പൊന്മകൾ വന്താൾ പൊരുൾക്കോടി തന്താൾ ഭൂമിയുടെ വാസൽ കൊണ്ടും പേരാക കൺമണൽ കൊണ്ടും കനിവോട് എന്നെ ആളാക്കിനാളമ്പിലേ പൊന്മകൾ അയ്യേ, നാണക്കേട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. അതിനെന്താ? ആ, കുയിനെന്താ? ഒന്ന് പോ മനുഷ്യ. ആനി, ഒരു കൂനിയില്ല. പേടിച്ചു പോയി. നിനക്കെന്തേ ഞാൻ വരുമെന്ന് അറിയില്ലേ? അങ്ങനെയല്ല, പെട്ടെന്ന് വന്നിങ്ങനെ പിടിച്ചാ പേടിച്ചു പോവില്ലേ? നിന്നെ എന്തായാലും ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഞാനേ ഇപ്പോ ഉള്ളൂ. മിക്കവാറും ഈ ചേർത്ത് പിടിക്കലൊന്നും അധിക നാള് പോവില്ല. അതെന്താ, നീ ചാകാൻ പോവാണോ? അതെ. എന്തേ, വരുന്നോ? എന്തിന്? ഒന്ന് പോയേടി. ഓ, അപ്പോൾ ഞാൻ ചത്താലും നിനക്ക് പ്രശ്നമില്ലാന്നല്ലേ? നീ എന്താ ബല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കുറെയായി ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട്. നീ അത് കാര്യം എടുക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, നീ വല്ലതും കഴിച്ചോ? പിന്നെ കഴിക്കാതെ. രാവിലെ മമ്മി നല്ല വെള്ളയപ്പം ചിക്കൻ കറി ഉണ്ടാക്കി തന്നു. എന്നിട്ട് എനിക്ക് എവിടെ? നിനക്കുള്ളത് താഴെ ആകുന്നുണ്ട്. പിന്നെ ബല്ല, വൈകാതെ മിക്കവാറും നിനക്ക് ഒരനിയനെ അനിയത്തിയെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പോടാ. എടി സത്യം, ഞാനിങ്ങോട്ട് വന്നപ്പോ കിച്ചണിൽ നിന്ന് നല്ല ബീഫ് കറിയുടെ മണം അടിച്ച്. ആദ്യം പിടിച്ച് ചെന്നപ്പോ നിന്റെ പപ്പ നിന്റെ മമ്മി ടൂൺ ചെയ്യുന്നു. എന്നെ കണ്ട് രണ്ടും ചമ്മി നാറി. ദേവി, മര്യാദക്കിരുന്നേ, പപ്പയും മമ്മിയൊക്കെ ഉള്ളതാ. വീട് ആരെയും കേറി വരും. അതിനെന്തേ, അവരൊന്ന് കണ്ടിട്ട് പൊക്കോളൂ. ദേവി, തമാശ കളിക്കല്ലേ? ഓ, എനിക്ക് ദേഷ്യം വരുന്നു. നിന്റെ പപ്പയ്ക്ക് മമ്മിക്ക് ഇന്ന് എവിടെയും പോവണ്ടേ? ഇന്ന് സൺഡേ അല്ലേ, അവരെവിടെ പോവാനാ? കോപ്പ്, മനുഷ്യനൊന്ന് മൂടായി വന്നതാ. നീ താഴേക്ക് ചെല്ലാൻ നോക്ക്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നേക്കാം. ഞാനും വരണോ? അതിന്റെ ആവശ്യമില്ല, കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നതിന്റെ ഞാൻ അറിഞ്ഞതാ. എബി, നീ കഴിച്ചിട്ടാണോ വന്നേ? ആ അങ്കിൾ, ഞാൻ കഴിച്ചു. ഒന്നുകൂടെ കഴിക്കടാ, നല്ല വെള്ളയപ്പവും ബീഫ് റോസ്റ്റും ഉണ്ട്. അയ്യോ വേണ്ടേ, അവിടെയും വെള്ളയപ്പവും ചിക്കൻ കറിയുമായിരുന്നു. ആ, നീ വന്നോ? ദാ ഇരിക്ക്. എങ്ങനെയുണ്ട്? ആ, വലിയ തിരക്കേടില്ല. നീ അല്ലെങ്കിൽ അങ്ങനല്ലേ പറയൂ. ഇച്ചായ, നിങ്ങൾ പറ, എങ്ങനെയുണ്ട്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്റെ ആനിക്കൊച്ച് ഇച്ചിരി വിഷം കലക്കി തന്നാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്തോന്ന്? അത് പിന്നെ പെട്ടെന്നൊരു ആവേശത്തിൽ. അല്ല ചക്ക, നിനക്ക് കല്യാണമൊന്നും നോക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച പള്ളി വെച്ച് കണ്ടപ്പോ മേരിക്കുട്ടി പറഞ്ഞല്ലോ, ഇക്കൊല്ലം തന്നെ നിന്നെ പിടിച്ച് കെട്ടിപ്പിക്കുമെന്ന്.
ഓ പിന്നെ മമ്മി അങ്ങനെ പലതും പറയും. നീയൊക്കെ ഇങ്ങനെ നടന്നു. ഇവിടെയുണ്ട് ഒരുത്തി 10-26 വയസ്സായി. ഇനി ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റൂല. നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി മോളെ കെട്ടിക്കുന്നില്ലേന്ന്. മമ്മിക്ക് വേറെ ഒരു പണിയില്ലേ? എപ്പോ നോക്കില്ല കല്യാണക്കാരൻ പറയാനേ ഉള്ളോ നേരം. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആഹാരത്തിന് മുമ്പ് ഇരിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുതെന്ന്. അവക്ക് ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിയാവുന്ന കാര്യല്ലേ? പിന്നെ അവളുടെ വാക്കും കേട്ടിരിക്കണം. കല്യാണക്കാരൻ പറയുമ്പോ അവക്ക് എന്താ ആരോടെങ്കിലും വലിയ ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാൽ അതും പറയില്ല. നീ ഒന്നും മിണ്ടാതിരിക്കന്റെ ആനി. ദേ മനുഷ്യ, നിങ്ങൾ ഒറ്റ ഒരുത്തന അവക്ക് എല്ലാത്തിനും ഈ വളം വെച്ച് കൊടുക്കുന്നത്. ഓ ഞാനൊന്നും പറയുന്നില്ല. എടാ എബി, നിന്റെ അറിവിൽ അവക്ക് ആരോടെങ്കിലും വല്ല പ്രേമം ഉള്ളതായിട്ട് അറിയുമോ? ഏയ് അങ്ങനെയൊന്നും ഇല്ല ആന്റി. പിന്നെ അവൾക്ക് എന്താ ഈ കല്യാണക്കാരൻ പറയുമ്പോ ഇത്ര ദേഷ്യം? നീ കുറച്ച് ടൈം കൊടുക്ക്. അവള് തന്നെ ഒരു ദിവസം വന്ന് പറയും അവക്കൊരു കല്യാണത്തിന് സമ്മതമാണെന്ന്. പറയും, നോക്കിയിരിക്കത്തേ ഉള്ളൂ. എബി മാറി നിക്ക്. എന്തേ നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. പറയടി, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ആന്റിയോട് ദേഷ്യപ്പെട്ടത്? ഓ, നിനക്കും അതല്ലേ വേണ്ടത്? ഞാൻ ആരെങ്കിലും ഒരാളെ കെട്ടിപ്പോകുന്നത് കാണാനല്ലേ നീയും കാത്തിരിക്കുന്നത്? നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? വീട്ടുകാർ നിനക്കൊരു ആലോചന കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ്. അതിന് നിനക്ക് സമ്മതിച്ചാൽ എന്താ? ഓ, നീയും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഇപ്പൊ നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധമുണ്ട്, അതല്ലേ നീ പറയാൻ വന്നത്? സോ വാട്ട്? അതൊരു നേരം പോക്ക് മാത്രാണ്. അതിനർത്ഥം ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നോ നീ വേറെ കല്യാണം കഴിക്കരുത് എന്നാണോ? നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്നതല്ലേ. എനിക്ക് നിന്നോട് ആ രീതിയിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. നിനക്ക് ശരിക്കും ഒന്നും തോന്നുന്നില്ലേ എബി ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത്? സത്യം പറഞ്ഞാ ഇല്ല. നീ കല്യാണം കഴിച്ചാ എനിക്കെന്താ? നീ സുഖമായി ജീവിക്കണം. പിന്നെ നമ്മൾ തമ്മിലുള്ള കാര്യം അത് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്യുന്ന ഒന്നല്ലേ? വേണ്ട, ഇനിയൊന്നും പറയണ്ട. നീ പൊക്കോ, എനിക്കൊന്ന് തനിച്ചിരിക്കണം. ഞാൻ പൊക്കോളാം, പക്ഷെ എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ ഞാൻ പോകൂ. എബി വേണ്ട. വേണമല്ലോ. എബി വിടാനാ പറഞ്ഞേ. ദേ, മറ്റന്നാൾ അവളെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. നല്ല പയ്യനാ, എനിക്കറിയാവുന്നതാ. എന്തുകൊണ്ടും നമുക്ക് യോജിച്ചവര് തന്നെയാ. ആ, അതിന് അവള് സമ്മതിച്ചോ? സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് നടക്കും. നീ ഇനി നിർബന്ധിക്കാനൊന്നും പോണ്ട. അവൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് നടത്തിയാ മതി. എന്തായാലും ഞാൻ നിർബന്ധിച്ചാലും നിർബന്ധിച്ചില്ലെങ്കിലും ഈ കല്യാണം നടന്നിരിക്കും. എന്റെ ഇച്ചായമാരുടെ സ്വഭാവം അറിയാലോ, അവരവളെ പിടിച്ച പിടിയാലെ കെട്ടിച്ചിരിക്കും. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഇന്നെന്താ എന്നെ പതിവില്ലാതെ കാണണോന്ന് പറഞ്ഞേ? നീ ഇരിക്കെ, ഞാൻ പറയാം. ദേ, ഞാൻ നല്ല മൂഡായിട്ട് നിൽക്കുക. നീ എന്താണ് കാര്യമെന്ന് പറഞ്ഞാ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ കല്യാണം ഉറപ്പിച്ചു, അടുത്ത മാസം. ഓ, ദാറ്റ്സ് ഗുഡ്. അതെന്തായാലും നടക്കേണ്ടതല്ലേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബെല്ല. നിനക്ക് ഇത്ര പറയാനുള്ളോ എബി? പിന്നെ ഞാനെന്ത് പറയണം? നമ്മൾ പണ്ട് മുതലേ നല്ല ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓ, നല്ലൊരു ജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഈ റിലേഷൻ ഇനി അത് തുടരാൻ എനിക്ക് കഴിയില്ല. നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി നീ ഇതും പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. തെറ്റ്, ചതി
വലിയ വലിയ വാക്കുകളാണല്ലോ ബെല്ല. നോക്ക്, നിനക്ക് പോകണമെങ്കിൽ ഇപ്പൊ തന്നെ പോകാം. നിന്നെ ഞാനിവിടെ പിടിച്ചു കെട്ടിയിട്ടില്ലല്ലോ. ഈ റിലേഷൻ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടത്താമെന്ന്. ഇതിൽ ഇമോഷൻസിന് സ്ഥാനമില്ലാന്ന് നമ്മൾ അന്നേ പറഞ്ഞതല്ലേ. ശരിയാ, എല്ലാം ശരിയാ. എന്നാലും നിന്റെ മനസ്സിൽ എനിക്കൊരിടം പോലും ഉണ്ടായിരുന്നില്ലേ? നീ വിചാരിക്കും പോലെ ഇതൊരു സിനിമയൊന്നും അല്ല ബെല്ല. നമുക്കിടെ സൗഹൃദമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ശരീരങ്ങൾ തമ്മിലുള്ള അടുപ്പമായി. ഇപ്പൊ നിനക്ക് പോകണമെന്ന് തോന്നുന്നു, നീ പോകുന്നു. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്നിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ അബി, നീ എങ്കിൽ പൊക്കോ. ഇത് നമ്മളെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും. ഓ, അപ്പോ പഴയതുപോലെ എനിക്ക് നിന്നെ കിട്ടില്ലാന്ന്. ഓക്കെ, ഞാനെങ്കിൽ പോന്നു. നിന്റെ ആവശ്യപ്രകാരം നമ്മുടെ ആ ഒരു റിലേഷൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. നീ ഇങ്ങനെ നടന്നു, ആ ബെല്ലക്കൊച്ചിന്റെ കല്യാണമായി. ഇനി നിനക്ക് എന്നാണാവോ? അല്ലടാ, നിനക്ക് ആരോടെങ്കിലും വല്ല ഇഷ്ടമുണ്ടോ? മമ്മി ഒന്ന് പോയേ. കല്യാണം കോപ്പ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവന് വേണമെങ്കിൽ കെട്ടട്ടെ. ഹലോ, ആ പറയടാ. ആണോ? നീ കണ്ടോ? ആ, എങ്കിൽ ഞാൻ വെല്ലേ കൂട്ടി പൊക്കോളാം. ആ, ഓക്കെ. എന്താണ്, എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ? ഹലനാ വിളിച്ചത്. നല്ലൊരു മൂവി വന്നിട്ടുണ്ടെന്ന്, പോയി കാണുന്നോന്ന് അറിയാൻ വേണ്ടിയാ. അവൻ 2 വട്ടം കണ്ടെന്ന്. ഞാനെങ്കിൽ വൈകിട്ട് വെല്ലേ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. ചേക്ക, മര്യാദക്കിരുന്നോ. കല്യാണം അടുത്തിരിക്കുന്ന പെണ്ണിനെ കൊണ്ടല്ലേ നീ നാട് തണ്ടാൻ പോകുന്നേ? മമ്മി ഇതെന്താ ഈ പറയുന്നേ? എന്തേ പറയുന്നത്? എന്റെ പൊന്നുമോന് മനസ്സിലാവുന്നില്ലേ? എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ടായിരുന്നു നബി. ഇപ്പോ അവള് നിന്റെ പഴയ ബെല്ലയല്ല. വാക്കാൽ ഉറപ്പിച്ചെങ്കിലും അവളിപ്പോ മറ്റൊരുത്തന്റെ പാതിയായി കഴിഞ്ഞു. അത് മമ്മിയാണ് തീരുമാനിക്കുന്നേ. അവളുടെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴും അവൾ എന്റെ ഫ്രണ്ട് തന്നെയാ. ഞാൻ വിളിച്ച ഏത് പാതിരാത്രിക്കാണെങ്കിലും അവള് വരും. ഓ, വരും, കാണാം. നീ എങ്കി അവളെ വിളിച്ചിട്ട് പറ, വൈകിട്ട് നമുക്കൊരു സിനിമ കാണാൻ പോവാന്ന്. അവള് വരുമോ ഒന്ന് നോക്കട്ടെ. വരാതിരിക്കാൻ എന്താ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ എബി. ആ ബെല്ല, നല്ലൊരു മൂവി വന്നിട്ടുണ്ട്. നമുക്ക് നൈറ്റ് പോയാലോ? നീ എന്താ മിണ്ടാത്തെ? കേൾക്കുന്നില്ലേ? അത് എനിക്ക് വരാൻ പറ്റില്ല. ആ, എന്ത്? നീ വരില്ലെന്നോ? അതെ. എബി, എനിക്കൊരു കോള് വരുന്നുണ്ട്. ശരിയെങ്കി. എന്തു പറഞ്ഞു നിന്റെ ബെല്ല? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഏടാ, അത് നമ്മുടെ ബെല്ലയല്ലേ? കൂടെ ഏതാ ഒരു ചെക്കൻ? ആവോ, ഇനി ബ്രദർ വല്ലതും ആണോ? ഓ, അതായിരിക്കില്ല. ബ്രദറായിട്ടല്ലേ ഇങ്ങനെ ചിരിച്ചു കുഴഞ്ഞു പോകുന്നേ. കണ്ടിട്ട് അവിടെ ബോയ് ഫ്രണ്ട് ആകാനാണ് ചാൻസ്. പോടാ, അപ്പൊ എബിയോ അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ ഞാൻ വിചാരിച്ചേ. പോടാ പോട്ടാ, അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാ. എന്തായാലും നീ എബിയെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്, അവൻ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കുത്തിക്കൊണ്ട് പോയെന്ന്. അത് ശരിയാ, അവനെ വിളിച്ചൊന്ന് ട്രോളാ.
ഹലോ മച്ചു, എവിടാ? നീ കാര്യം പറ. എടാ, നിന്റെ കസ്തൂരി മാമ്പഴത്തെ ഒരുത്തൻ അടിച്ചോണ്ട് പോയല്ലോ. എടാ മൈ, കാര്യം എന്താണെന്ന് പറ. എന്റെ മറ്റോടത്തും. അയ്യോ അളിയ, കൂൾ. വേറെ ഒന്നും അല്ലടാ, നിന്റെ ഫ്രണ്ട് ഇല്ലേ ബെല്ല, അവള് ദേ ഇവിടെ ഏതോ ചെക്കന്റെ കൈയും പിടിച്ച് നടക്കുന്നു. എന്ത്? ബെല്ലയോ? അതേടാ, ബെല്ല തന്നെ. അതാരാടാ? കണ്ടിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നല്ലോ. എബി, ഓ, അവൻ കട്ടാക്കി കളഞ്ഞു. ആഹാ, ഇപ്പൊ അവന്റെ മനസ്സ് കിടന്ന് നീറി പുകയുമായിരിക്കും. നമ്മളെയും കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ. നീ വാ. കല്യാണമാകുന്നതിന് മുന്നേ കറങ്ങാൻ പോന്നോ? ഞാൻ സിനിമയ്ക്ക് വിളിച്ചപ്പോ അവൾ എന്താണ് പറഞ്ഞത്? തിരക്കാണെന്ന്. ഇപ്പൊ മറ്റവനോട് ചിരിച്ചു കളിച്ച് നടക്കുന്നു. അവള് കല്യാണം കഴിച്ചോട്ടെ, അതിനെനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ അത് കഴിയുന്നവരെ അവൾ എന്റെയാണ്, എന്റെ മാത്രം. എന്റെ താല്പര്യങ്ങൾക്കാ അവള് മുൻഗണന നൽകേണ്ടത്. ചെറുപ്പം മുതലേ എന്റെ നിഴലായി നടന്നവളാ. ഇപ്പൊ പുതിയൊരുത്തം വന്നപ്പോ അവന്റെ ഒപ്പം പോയേക്കുന്നു. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ബെല്ല? എബി, നീ ഇതെന്തായി കാണിക്കുന്നത്? ആരെങ്കിലും കണ്ട? എന്താ ബെല്ല, നീ വലിയ തിരക്കിലായിരുന്നല്ലോ. ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ പോലും നിനക്ക് സമയം കിട്ടിയില്ലേ? എബി പ്ലീസ്, എനിക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ഓ, നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണോ നിന്റെ ആദി? അതോ ഇന്ന് മാളി കറങ്ങിയപ്പോഴുണ്ടായ ക്ഷീണമോ? നീ എവിടെ പോയാലും ഞാൻ അറിയുമ്പല്ല. കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടപ്പോഴേക്കും നിനക്ക് ഇത്രയ്ക്ക് മാറ്റമോ? ഒരുത്തന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ തോന്നി? എബി, നീ ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞാൻ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് പ്രശ്നമില്ലെന്ന് നീ പറഞ്ഞല്ലോ. പിന്നെന്തിനാ ഇപ്പൊ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്? അതെ, നീ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേണ്ടാത്ത ഒന്നിനെ മറ്റൊരാളെ സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ മറ്റൊരുത്തന്റെ കൂടെ ചിരിച്ചു കളിച്ച് നടക്കുന്നത് കാണാൻ എനിക്ക് സൗകര്യമില്ല. നീ എന്തേ എന്നെ വെറും ഒരു വസ്തുവായിട്ടാണോ കാണുന്നത്? അങ്ങനെ കരുതിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് നീ കാണിച്ച ആ ഒരു മാറ്റം അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇനി മേലാൽ എന്നോട് തിരക്കാണെന്ന് പറഞ്ഞ് നീ മറ്റൊരുത്തന്റെ കൂടെ പോയേക്കരുത്. നടക്കില്ല ബി. നീ ഇപ്പോഴും പറയുന്നത് ഞാൻ മറ്റൊരാളെ കല്യാണം കഴിച്ചാലും നിനക്ക് ഒരു പ്രശ്നമില്ലാന്ന്. ഞാൻ വെറും ഒരു നേരമ്പോക്ക് മാത്രമാണെന്ന്. എങ്കിൽ ആ നേരമ്പോക്ക് ഇവിടെ വെച്ച് തീർക്കാം. ഇനി നീ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പോകും. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്കിനി ഞങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ട്. അതിലിനി ആരും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നീ ഇനി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. ഇന്നത്തോടെ ഒക്കെ അവസാനിപ്പിച്ചേക്കണം എല്ലാ ബന്ധവും. നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടെന്ന് പറയാനായോ നീ? മറ്റൊരുത്തിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിന് മുമ്പേ നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ ബെല്ല. നിന്റെ ഈ ശരീരം അതെന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. എന്നിലെ ഓരോ തുള്ളി വിയർപ്പിന്റെ ഗന്ധം നിന്റെ ഈ ശരീരത്തിലുണ്ട്. ഞാൻ പതിപ്പിച്ച അടയാളങ്ങൾ അത് മാഞ്ഞു പോകുമോ? നിന്റെ കഴുത്തിലും തോളിലും ഞാൻ നൽകിയ ഓരോ ദന്തശതങ്ങളും ഇന്നും അവിടെയുണ്ട്. അവൻ നിന്നെ തൊടുമ്പോഴൊക്കെ നിന്റെ ചർമ്മത്തിലെ ഓരോ അണുവിലും ഞാൻ പടർത്തിയ ഈ പാടുകളുണ്ട്. കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ മേൽ ഞാൻ തുന്നിച്ചേർത്ത ഓരോ ഓർമ്മപ്പെടുത്തലുകളും നിന്നോട് പറയും നീ അവന്റെ ആവുന്നതിന് മുന്നേ എന്റെ ആയിരുന്നു എന്ന്. ഈ ശരീരത്തിൽ എന്റെ വിയർപ്പിന്റെ ഉപ്പും എന്റെ അധരങ്ങളുടെ ചൂടും ഉണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്നെ വേണ്ട.
നിനക്ക് എന്നോട് യാതൊരു തരത്തിലുള്ള ഒരു ഫീലിങ്സും ഇല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ഞാൻ എന്റെ വഴിക്ക് പൊക്കോട്ടെ. എനിക്ക് നിന്നെ കെട്ടി ഒരു ജീവിതം തുടങ്ങാൻ ഇപ്പോഴും താല്പര്യമില്ല. പക്ഷേ നീ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കില്ല. നീ അയാളെ വിവാഹം കഴിച്ചോ, ഒരുമിച്ച് ജീവിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ മനസ്സിൽ എന്നേക്കാൾ വലിയൊരു സ്ഥാനം അവനുണ്ടാവാൻ പാടില്ല. എനിക്ക് വേണ്ടപ്പോ നീ എന്റെ പഴയ ബെല്ലയായി എന്റെ മുന്നിൽ ഉണ്ടാവണം. നീ ഒരു മനോരോഗ്യം പോലെയാണ് എബി സംസാരിക്കുന്നത്. നിനക്ക് എന്നെ സ്നേഹിക്കാനും കഴിയില്ല, പക്ഷെ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കാനും പാടില്ല. ഇതെന്ത് ന്യായമാണ്? എബി വിട്. ഇതിലൊരു ന്യായവുമില്ല അന്യായവുമില്ല. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. നിന്റെ ഉടലിനെ മാത്രല്ല, നിന്റെ ഓരോ ശ്വാസത്തെ എനിക്ക് വേണം. നിന്റെ ഈ അധരങ്ങളിലെ മധുരം അതൊരിക്കലും എനിക്ക് മതിയാവില്ല. എത്ര നുകർന്നാലും തീരാത്തൊരു ദാഹം പോലെ അതിനെ വലിഞ്ഞു മുറുക്കുകയാ. നീ എത്ര ദൂരെ പോകാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളിലെ പെണ്ണ് എന്റെ ഈ വിയർപ്പിന്റെ ഗന്ധത്തിന് വേണ്ടി കൊതിക്കും. കാരണം ഞാൻ നിന്നിൽ പടർത്തിയ ആ ഒരു ലഹരി നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മതി, നിർത്ത്. ഇന്ന് നീ അവകാശവാദവുമായി വന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലാന്ന് എനിക്കറിയാം. മറിച്ച് വേറൊരുത്തർ എന്നെ തോടു എന്നുള്ള നിന്റെ വാശി കൊണ്ടാണ്. പക്ഷെ എനിക്ക് ജീവിക്കണം. നിന്റെ നിഴലിൽ നിന്ന് മാറി അന്തസ്സുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കണം. പക്ഷെ ഒരു കാര്യം നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. നിന്റെ ഓരോ ശ്വാസവും എന്റെ ഉടലിൽ പതിയുമ്പോഴും, നീ ഓരോ തവണ എന്നെ കീഴ്പ്പെടുത്തിയപ്പോഴും, നിന്റെ ഈ പല്ലുകൾ എന്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങിയപ്പോഴും വേദനയല്ല, ഒരുതരം പ്രണയമാണ് എനിക്ക് നിന്നോട് തോന്നിയിരുന്നത്. ഞാൻ നിന്റെ കൂടെ ശരീരം പങ്കിട്ടത് വെറും ഒരു നേരം പോക്കായിരുന്നില്ല. ഞാൻ നിന്നെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. നീ ദയവ് ചെയ്ത് പോ എബി. ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുത്. നീ എന്താ ചക്ക എന്താ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? എന്തേ, നിന്റെ കൂട്ടുകാരി പോന്നതിനുള്ള വിഷമമാണോ? നീ അത് എന്തൊരു ചോദ്യമാടി മേരിക്കൊച്ച ചോദിക്കുന്നേ? പിന്നെ അവന് വിഷമം ഇല്ലാണ്ടിരിക്കുവോ? കുഞ്ഞുനാളി മുതലേ എല്ലാത്തിനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഷോ, എന്റെ കൊച്ചിന്റെ ഇരിപ്പ് കണ്ടില്ലേ? എന്നാ പിന്നെ എന്റെ കൊച്ചിനെ അവളെ അങ്ങ് പ്രേമിച്ചുകൂടായിരുന്നു. അതാവുമ്പോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൂടിപ്പോയാ ഇനി ഒരു 10-15 ദിവസം കാണും ഇനി അവള്. അതോടെ കഴിഞ്ഞ അവൾ ആ ചെക്കന്റെ കൂടെ അങ്ങ് പോകും. പിന്നെ 3-4 വർഷം കഴിഞ്ഞ് വന്നാലായി. ആ പിന്നെ ആനി എന്നെ വിളിച്ചിരുന്നു. നമുക്കുള്ള ഡ്രസ്സൊക്കെ അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം അങ്ങോട്ടേക്ക് ചെല്ലണം. നീയും കുറച്ചായില്ലേ അങ്ങോട്ടേക്ക് വന്നിട്ട്? ഞാൻ വരണില്ല, നിങ്ങൾ പൊക്കോ. ആഹാ, അതെന്തൊരു വർത്തമാനാ പറയുന്നത്? കുഞ്ഞിലെ മുതലേ നിന്റെ കൈ പിടിച്ച് നടന്നവളല്ലേ അവള്. എന്നിട്ട് അവളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ നീ വരുന്നില്ലാന്നോ? പപ്പയൊന്നും പറയണ്ട, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാ വരുന്നില്ല. ആ, നിങ്ങൾ വന്നോ? എബി എവിടെ? അവൻ വന്നില്ല. അതെന്താ? അത് അവൻ എന്തോ തിരക്കില്ല. അത് കൊള്ളാം. ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ അവൻ മാത്രം ഇല്ല. അവൻ നാളെ മനസമാധാനത്തിന് പള്ളിയിലുണ്ടാവും എന്റെ ആനി. ആ, ഉണ്ടായാ മതി. നിങ്ങള് വാ. അല്ല, മോളെവിടെ? അവളിതാ അവിടെയുണ്ട്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നാളെ അവളുടെ മനസ്സമാധാനം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എന്റെയാ, എന്റെ മാത്രം. കുട്ടിക്കാലം മുതൽ ഇപ്പോ വരെ അവൾ എന്റേത് മാത്രമായിരുന്നു. ശരീരത്തിന് വേണ്ടി മാത്രമായിരുന്നു എനിക്ക് അവളോടുള്ള ഇഷ്ടമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇന്ന്
അവളെ മറ്റൊരാൾ കൊണ്ടുപോകുന്ന ഓർക്കുമ്പോ എന്റെ നെഞ്ച് പൊട്ടുക. ബല, നീ എന്റെ മാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കാൻ കഴിയില്ല എനിക്ക്. എബി, നീ എന്താ ഇവിടെ? വീട് എബി, നീ എന്താ ഈ കാണിക്കുന്നേ? ബെല്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എനിക്ക് നീ ഇല്ലാതെ പറ്റണില്ല ബെല്ല. നാളെ നീ മറ്റൊരാളുടേതാകുന്നു ഓർക്കുമ്പോ എന്റെ നെഞ്ച് പൊട്ടുക. എന്നോട് ക്ഷമിക്കു പെണ്ണ, എനിക്ക് നിന്നെ വേണം. ക്ഷമിക്കാനോ? എന്തിന്? നിനക്ക് എന്നോടുണ്ടായിരുന്നത് വെറും കാമം മാത്രമായിരുന്നു. നിന്റെ ശരീരത്തിന് സുഖം തോന്നുമ്പോൾ വരാൻ മാത്രമുള്ള ഒരു ഇടമായിട്ടല്ലേ നീ എന്നെ കണ്ടത്? എനിക്കെല്ലാം അറിയാൻ ബെല്ല. എന്നാ നീ അടുത്തില്ലാത്ത ഓരോ നിമിഷവും ഞാൻ നീറിക്കൊണ്ടിരിക്കുക. നിനക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്നെ വിട്ടു പോവരുത്. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്ത്? ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ? ഹും, നിന്റെ ഈ ആക്ടിങ് കണ്ട് എനിക്ക് അറപ്പ് തോന്നുന്നു. അന്ന് നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ നടന്നതൊക്കെ വെറും ശാരീരിക ബന്ധം മാത്രമാണെന്ന്. ഒക്കെ ശരിയാ, എല്ലാം എന്റെ തെറ്റാ. ശരിക്കും പറഞ്ഞ നിന്നോടുള്ള എന്റെ ഫീലിങ്സ് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി ബെല്ല. നീ എന്നിൽ നിന്ന് അകന്നു പോയ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു നീ എനിക്ക് വെറും ഒരു നേരം പോക്കായിരുന്നില്ല എന്ന്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഈ കണ്ണീര് കണ്ടാൽ എനിക്ക് സഹതാപം തോന്നുമെന്ന് കരുതിയോ? നീ ഒരുപാട് വൈകിപ്പോയി. നിന്റെ ഈ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല. നാളെ എന്റെ മനസ്സമ്മതമാണ്, അത് കാണാൻ നീ വരണം. ഇപ്പൊ നീ വന്ന വഴി ഇറങ്ങിപ്പോക്കോണം. നിന്റെ നിഴല് പോലും ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. ബെല്ല, നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുന്നുമ്മേൽ ആന്റണി എബ്രഹാമിന്റെ മകളായ സ്റ്റെല്ല ആന്റണി എബ്രഹാമിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പാലത്തിങ്കൽ സാമുവൽ ജോസഫിന്റെ മകനായ ജോയൽ സാമുവൽ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതം. എന്താ ചക്ക കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ? ഹെടാ എബി, ഞാനോർത്തു നീ എന്റെ മനസമ്മതത്തിന് വരില്ലാന്ന്. ജോ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു എബിയെ പറ്റി? ദേ, ഇയാളാണ് കക്ഷി. ഓ, ഹലോ എബി. താനെന്തേ സംസാരിക്കില്ലേ? അവനാകെ കിളി പോയി നിക്കുക. നിങ്ങൾ വാ മക്കളെ, അവിടെ ദാ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. ആ, ദാ വരുന്നു. എബി, ഞങ്ങളെങ്കി പോട്ടെ, പിന്നെ കാണാം. എന്താടാ മിണ്ടാതെ നിൽക്കുന്നേ? പോയി ചെന്ന് സംസാരിക്ക്. അവളിതാ അവിടെ നിപ്പുണ്ട്. ഇനിയെങ്കിലും കൈവിട്ട് കളയാതെ കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ നോക്കടാ. മമ്മി, ദേ, നിന്റെ ഈ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. അവളോട് ചെന്ന് സംസാരിക്കാൻ നോക്ക്.
പോകുന്നതൊക്കെ കൊള്ളാം. ഇപ്പൊ തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരാൻ നോക്കിയേക്കല്ലേ. ബല കേറ്, ഇങ്ങോട്ട് കേറ് പെണ്ണേ, ഇങ്ങോട്ട് കയറടി. ബല, ബല മതിയാക്ക്. ഇനിയെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? നീ ഇങ്ങനെ മിണ്ടാതെ നിക്കല്ലേ ബല, പ്ലീസ്. ഇനിയെങ്കിലും നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ അനുഭവിക്കാമെന്റെ മാക്സിമം അനുഭവിച്ചു. നീ എന്നെ തല്ലിക്കോ, നിന്റെ ദേഷ്യം തീരുന്നവരെ തല്ലിക്കോ, പക്ഷെ എന്നെ വിട്ടു പോവരുത്. എന്നെ വേണ്ടാന്ന് പറയരുത്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. വേണ്ടേ അബി, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ പേടിയാവുന്നു. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിനക്ക് ഞാൻ ആരായിരുന്നു? നിന്റെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം വന്നു പോകുന്ന ഒരാള്. അതല്ലായിരുന്നു ഞാന്. ബല്ല, ഞാൻ അങ്ങനല്ല. വേണ്ട, ഞാൻ നിന്നെ എന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചപ്പോ നീ എന്നെ വെറും ഒരു ശരീരമായിട്ടല്ലേ കണ്ടത്. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷെ അപ്പോഴൊക്കെ നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയമായിരുന്നില്ല, വെറും ആവേശം മാത്രമായിരുന്നു. എന്റെ മനസ്സ് നീ ഒരിക്കലും കണ്ടിട്ടില്ല. നീ പറയുന്നതൊക്കെ ശരിയാവല്ലേ? ഞാനൊരു സ്വാർത്ഥനായിരുന്നു. നിന്റെ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ കല്യാണമാണെന്ന് പറഞ്ഞ് നീ എന്നെ കബളിപ്പിച്ചപ്പോ ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദന അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. എനിക്കിനി ഒരിക്കൽ കൂടി കരയാൻ വയ്യ അബി. നിന്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്ന് മടുത്തു പോയൊരു പെണ്ണാ ഞാൻ. ബല, ബല പ്ലീസ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി. എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ബല, എന്നെ വിട്ടു പോവരുത്. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എബി? അതോ പണ്ടത്തെ പോലെ നിനക്ക് തോന്നുമ്പോ വരാൻ മാത്രമുള്ള ഒരാളാണോ ഞാൻ? ഒരിക്കലുമല്ല. എനിക്ക് നീ എന്റെ ജീവനാ പെണ്ണെ. നിന്നെ തൊടുമ്പോ പോലും എനിക്കിപ്പോ ഒരു വിറയലാണ്. നിന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ ആ ഒരു നിമിഷം മുതൽ ഞാൻ പുതിയൊരു എബിയായി മാറി. ഇനി ഈ എബിക്ക് വിലയില്ലാത്ത ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇത്രയും കാലം എന്റെ അരികിലുണ്ടായിരുന്നിട്ടും നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ പെണ്ണെ. നിന്റെ ഈ ഗന്ധം, ഈ ചർമ്മത്തിലെ ചൂട് എല്ലാം എനിക്കിപ്പോ പുതിയതുപോലെ തോന്നുക. ഞാൻ ശരിക്കും ഒരു ഭാഗ്യവാനാണല്ലേ. ഇപ്പോ നിനക്ക് ഞാൻ വെറും ഒരു ശരീരമല്ലേ? നിന്റെ ഈ വാക്കുകൾ നാളെ ഉണ്ടാവോ? പണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് കൂടിയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്നെ തന്നെ നിനക്ക് തരുവാണ്. നിന്റെ ഓരോ നിശ്വാസവും എന്റേതാക്കണം. എന്താണ് പൊന്നുമോന്റെ ഉദ്ദേശം? ഉദ്ദേശം നിനക്ക് മനസ്സിലായില്ലേ? അതൊക്കെ പണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ സമ്മതം വേണം. ഞാൻ സമ്മതിച്ചാലേ നിന്റെ ഉദ്ദേശം നടക്കൂ. ഓ, അങ്ങനെയാണോ? ആയിക്കോട്ടെ.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുരിശിങ്കൽ ജൂൺ മാത്യുവിന്റെ മകളായ ബെല്ല ജൂൺ മാത്യുവിനെ നിനക്ക് നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ഉത്തംപുരയിൽ അലക്സ് ചാണ്ടിയുടെ മകനായ എബി അലക്സ് ചാണ്ടിയെ നിനക്ക് നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ? സമ്മതം പറയുന്നുവോ? ബെല്ല സമ്മതം പറയുന്നുവോ? എടി, നിനക്ക് എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോന്ന്? സമ്മതം. സമ്മതം അറിയിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് എന്തു ആകാലോ? ஒன்றா ரெண்டாசைகள் எல்லாம் சொல்லவே ஒரு நாள் போதுமா? அன்பே இரவை கேட்கலாம், விடியில் தாண்டியும் இரவே நீளுமா? என் கனவில் நான் கண்ட நாளிதுதான் கலாபக்காதலா, பார்வைகளாலா பல கதைகளா பேசிடலாம் கலாபக்காதலா. എബി, മതിയാക്ക്. നിന്റെ ഈ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇനി ഒരുപാട് നൽകാനുണ്ട് ബെല്ലെ. നീ ഇത്രയും കാലം കൊതിച്ച ആ സ്നേഹം മുഴുവൻ ഇപ്പോൾ ഞാൻ നിനക്ക് തരും. ഈ പ്രകൃതി പോലും ഇപ്പൊ നമ്മുടെ പ്രണയത്തിന് സമ്മതം തന്നിരിക്കുക. നമുക്കിടയിൽ ഇനി ഒന്നിനും സ്ഥാനമില്ല പ്രണയത്തിനല്ലാതെ. എബി, നീ എന്റെ പ്രണയം തിരിച്ചറിയാൻ വൈകി. പക്ഷേ എനിക്കതോർത്തിപ്പോ സങ്കടമില്ല. കാരണം കാത്തിരുന്ന് കിട്ടുന്ന ആ സ്നേഹത്തിന് ഒരു പ്രത്യേക മധുരമുണ്ട്. ഇനി എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ഈ ബെല്ല നിന്റെ ഒപ്പം ഉണ്ടാവും. നീ പറഞ്ഞത് ശരിയാണ്. കാത്തിരുന്ന് കിട്ടിയ ഈ പ്രണയം ഇനി ഒരിക്കലും ഞാൻ കൈവിട്ട് കളയില്ല. മരണം നമ്മളെ വേർപെടുത്തുന്നത് വരെയല്ല, അതിനുശേഷവും എന്റെ ഈ പ്രണയം നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും.